നമസ്കാരം. പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് സഹജയോഗ മെഡിറ്റേഷൻ്റെ വീക്ക്ലി സെഷൻ നമ്മളെല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ഈ സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ സഹജയോഗയെക്കുറിച്ച് അറിയാനും മറ്റ് യോഗകളുമായിട്ട് ഈ സഹജയോഗയ്ക്ക് എന്താണ് വ്യത്യാസം, ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഇന്ന് ആരെങ്കിലും ആദ്യമായിട്ട് ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷനും സഹജയോഗയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ബ്രീഫായിട്ട് പറയാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ സഹജയോഗ എന്ന് പറയുന്നത് വളരെ ലളിതവും ശാസ്ത്രീയവുമായിട്ടുള്ള ഒരു ധ്യാന രീതിയാണ്. ശ്രീമാതാജി നിർമ്മലാദേവി, ഈ ഫോട്ടോയിൽ കാണുന്ന ശ്രീമാതാജിയാണ് ഈ യോഗ നമുക്ക് 1970 പറഞ്ഞു തന്നത്. അപ്പോൾ ഈ നമ്മുടെ ശരീരത്തിലുള്ള ഒരു ശക്തി, നമ്മുടെ കൂടെ ജനിച്ച ആന്തരികമായ ഒരു ശക്തി, അത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലാണ് വരുന്നത്. അപ്പോൾ എന്താണ് സൂക്ഷ്മ ശരീരം എന്നുള്ളത് വരുന്നു. എൻ്റെ വലത് ഭാഗത്ത് കാണുന്ന ഈ ചിത്രം എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുള്ള ഒരു സൂക്ഷ്മ ശരീരമാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പ്രധാനമായും 3 നാഡികളും 7 ചക്രാസ് അല്ലെങ്കിൽ എനർജി സെൻറ്റേഴ്സുമാണ് ഉള്ളത്. അതിനോടൊപ്പം നമ്മുടെ നട്ടെല്ലിൻ്റെ ഏറ്റവും അടിവശത്ത് ത്രികോണാകൃതിയിലുള്ള ഒരു അസ്ഥിയുണ്ട്. ആ അസ്ഥിക്കുള്ളിലാണ് കുണ്ടലിനി ശക്തി എന്ന് പറയുന്ന, ഞാൻ ആദ്യം പറഞ്ഞ ആ ആന്തരികമായ ശക്തിയുള്ളത്. അപ്പോൾ ഈ ശക്തി നമ്മുടെ ഉള്ളിൽ വരുന്നത് നമ്മൾ ജനിക്കുന്നതിന് മുന്നേ എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്മയുടെ വയറിലായിരിക്കുന്ന അവസ്ഥയിൽ ഒരു 2-3 മാസം പ്രായമുള്ളപ്പോഴാണ് ഈ ശക്തി കുഞ്ഞിൻ്റെ ഉള്ളിൽ വരുന്നത്. അതിനുശേഷം ഈ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഈ എനർജി നട്ടെല്ലിൻ്റെ അടിവശത്തുള്ള ആ സേക്രം ബോൺ എന്ന് പറയുന്ന ത്രികാസ്ഥിയിൽ ഉറങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ നമ്മൾ സഹജയോഗയിൽ ആദ്യം ചെയ്യുന്നത് ഈ ഡോർമൻ സ്റ്റേറ്റിലുള്ള ഉറങ്ങിയിരിക്കുന്ന ആ ശക്തിയെ